ഫിറോസ് ഖാനെതിരെ ഗുരുതരമായ ആരോപണങ്ങളുമായി സജ്ന നൂർ. ആദ്യ വീഡിയോയിൽ പറയാൻ മറന്നുപോയ കാര്യങ്ങളാണ് പുതിയ വീഡിയോയിൽ സജ്ന പറയുന്നത്. വർഷങ്ങൾക്ക് മുമ്പ് നടന്ന ഒരു ടെലിവിഷൻ പരിപാടി കഴിഞ്ഞുള്ള പാർട്ടിക്കിടയിൽ ഫിറോസ് ഖാൻ മറ്റൊരു നടിയെ പരസ്യമായി ചുംബിക്കുന്നത് താൻ നേരിട്ട് കണ്ടുവെന്നാണ് സജ്ന ഇപ്പോൾ വെളിപ്പെടുത്തിയിരിക്കുന്നത്. ഈ സംഭവം നടക്കുമ്പോൾ സഹപ്രവർത്തകരായ ജിഷിൻ, പ്രമോദ് തുടങ്ങിയ ആർട്ടിസ്റ്റുകൾ അവിടെ ഉണ്ടായിരുന്നുവെന്നും അവർ സ്തബ്ധരായി തന്നെ നോക്കുന്നുണ്ടായിരുന്നുവെന്നും സജ്ന വെളിപ്പെടുത്തി. സജ്നയുടെ വാക്കുകൾ ഇങ്ങനെ: വീഡിയോ എടുത്തു കഴിഞ്ഞപ്പോഴാണ് വിട്ടുപോയ ആ പ്രധാനപ്പെട്ട കാര്യം എനിക്ക് ഓർമ്മ വന്നത്. ഒന്നോ രണ്ടോ കാര്യങ്ങളാണെങ്കിൽ നമുക്ക് ഓർത്തുവെക്കാം. ഇതിപ്പോൾ ഒത്തിരി ഉള്ളതുകൊണ്ട് പലതും മറന്നുപോയി. 7-8 വർഷം മുമ്പ് നടന്ന ആ സംഭവം ഇപ്പോൾ ഒരു ട്രോൾ വീഡിയോ കണ്ടപ്പോഴാണ് വീണ്ടും ഓർമ്മ വന്നത്. ഒരു ടെലിവിഷൻ പ്രോഗ്രാമിന്റെ ഷൂട്ടിംഗ് കഴിഞ്ഞ് എല്ലാവരും ഒത്തുചേർന്ന ഒരു നൈറ്റ് പാർട്ടിക്കിടയിലാണ് ആ സംഭവം ഉണ്ടായത്. ഞങ്ങളെല്ലാവരും ആ പാർട്ടിയിൽ തമാശ പറഞ്ഞ് രസകരമായി ഇരിക്കുകയായിരുന്നു. എല്ലാവരും തമാശകൾ പറഞ്ഞ് ആസ്വദിച്ചിരുന്ന ആ സമയത്ത് ഹാളിലെ ഒരു അലമാരയുടെ കണ്ണാടിയിലൂടെ ബാത്റൂമിനടുത്തുള്ള ഭാഗം എനിക്ക് പ്രതിഫലിച്ച് കാണാമായിരുന്നു. ആ പാർട്ടിക്കിടയിൽ നടന്ന ആ സംഭവം ഇന്നും ഓർമ്മയുണ്ട്. ഞങ്ങൾ എല്ലാവരും കൂടി ഒരു മുറിയിൽ ഇരിക്കുകയായിരുന്നു. ചിലർ സിഗരറ്റ് വലിക്കുന്നുണ്ട്, ചിലർ മദ്യം കഴിക്കുന്നുണ്ട്. തമാശകളും ചിരിയുമായി എല്ലാവരും ആഘോഷിക്കുന്ന സമയം. ഇതിനിടയിൽ അവിടെ അനാവശ്യമായി ഒന്നും നടന്നിട്ടില്ല എന്ന് പറയാനാണ് ഞാൻ ഇത് വ്യക്തമാക്കുന്നത്. ഞാൻ സിഗരറ്റ് വലിക്കുന്നു എന്ന് ആരും അർത്ഥം വെക്കാതിരിക്കാൻ കൂടിയാണ് ഇത് പറയുന്നത്. ഞങ്ങൾ ചിരിച്ചും തമാശ പറഞ്ഞും ഇരിക്കുമ്പോൾ ജിഷിൻ ചേട്ടൻ അടക്കമുള്ളവർ സ്തബ്ധരായി എന്നെ നോക്കുന്നത് ഞാൻ ശ്രദ്ധിച്ചു. എന്തുപറ്റിയെന്ന് മനസ്സിലാകാതെ ഞാൻ സ്തംഭിച്ചു നിൽക്കുമ്പോഴാണ് അവിടുത്തെ ഒരു കാഴ്ച എന്റെ ശ്രദ്ധയിൽപ്പെട്ടത്. ആ മുറിയിലെ അലമാരയുടെ ഒരു വാതിൽ തുറന്നു കിടക്കുന്നുണ്ടായിരുന്നു. അതിലെ കണ്ണാടി നേരെ ബാത്റൂമിന്റെ ഭാഗത്തേക്കാണ് പ്രതിഫലിക്കുന്നത്. ആ കണ്ണാടിയിലൂടെ ഞാൻ കണ്ട കാഴ്ച എന്നെ ഞെട്ടിച്ചു കളഞ്ഞു. ബാത്റൂമിന് സമീപം നിന്ന് ഫിറോസ് ഖാനും അവിടെ ഉണ്ടായിരുന്ന മറ്റൊരു നടിയും കൂടി സിഗരറ്റ് പരസ്പരം കൈമാറുകയും ചുംബിക്കുകയും ചെയ്യുന്നു. ആ സ്ത്രീ ആരാണെന്നത് ആ ടീമിലുള്ള എല്ലാവർക്കും അറിയാം. കണ്ടത് വിശ്വസിക്കാനാകാതെ ഒരു നിമിഷം ഞാൻ തരിച്ചു നിന്നുപോയി. പെട്ടെന്നു തന്നെ ഞാൻ അങ്ങോട്ട് ചാടി വീണ് വലിയ പ്രശ്നമുണ്ടാക്കി. അവിടെ കിടന്ന് ഭയങ്കര കരച്ചിലും ബഹളവുമായി. ഒടുവിൽ അവിടെ നിൽക്കാൻ കഴിയാതെ ഞാൻ അവിടെ നിറങ്ങിപ്പോയി. അന്ന് രാത്രി എന്റെ കൂടെ വർക്ക് ചെയ്തിരുന്ന മൃദുലയുടെ റൂമിലാണ് ഞാൻ കരഞ്ഞുകൊണ്ട് അഭയം തേടിയത്. പക്ഷേ പിറ്റേന്ന് രാവിലെ പതിവ് പോലെ അയാൾ വന്ന് എന്റെ കാല് പിടിച്ചു മാപ്പ് പറഞ്ഞു. അതറിയാതെ പറ്റിപ്പോയതാണെന്ന് പറഞ്ഞ് എന്നെ വീണ്ടും വിശ്വസിപ്പിച്ചു. അങ്ങനെ ഞങ്ങളുടെ വിവാഹ ജീവിതത്തിന്റെ തുടക്കകാലം മുതൽ ഒത്തിരി അനുഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട്. എനിക്കിനി എന്തു വന്നാലും പ്രശ്നമില്ല. പക്ഷെ എന്റെ മോന് തന്റെ പപ്പയെ ജീവനാണ്. ആ ഒരൊറ്റ വേദന മാത്രമേ എനിക്കുള്ളൂ. അവൻ വളരുമ്പോൾ സത്യം മനസ്സിലാക്കട്ടെ. പണം വാങ്ങിയും പീഡിപ്പിച്ചും മറ്റുള്ളവരെ ഭീഷണിപ്പെടുത്തിയും താൻ എന്തുണ്ടാക്കി? ഒന്നും ഉണ്ടാക്കിയിട്ടില്ല. വിവാഹമോചനം തരാതെയും ആദ്യ ഭാര്യയെ ഉപദ്രവിച്ചും നടക്കുന്ന താൻ ഒന്നിനും കൊള്ളാത്തവനാണ്. അവർ മാധ്യമങ്ങളിൽ വന്നില്ലെങ്കിലും നിയമപരമായി മുന്നോട്ടു പോകും. നിങ്ങളെപ്പോലെ ഒരു വൃത്തികെട്ടവൻ ഇനി ഈ ലോകത്ത് അന്തസ്സോടെ ജീവിക്കേണ്ടതില്ല. നിയമം നിങ്ങളെ വലിച്ചു കീറട്ടെ, സജ്ന നൂർ പറയുന്നു. കൂടുതൽ വാർത്തകൾക്കും വിശേഷങ്ങൾക്കുമായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.